ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സർപ്ലസ് ആയിട്ട് ഓർഡേഴ്സ് വന്നാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്? പേഴ്സണലായിട്ട് ഞങ്ങൾക്ക് വിഷമം വന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോസ്റ്റ് ഓഫ് ദി ടൈം ഞങ്ങളുണ്ടാവും പറയാം നിങ്ങൾ ഓത്തൻറ്റിക് അല്ല, ഇതാണോ ഓത്തൻറ്റിക്. ബിസിനസ് എന്ന് പറഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ ആണ് ഓൾവേസ്. നമുക്ക് ഒരു ആവശ്യമില്ലാണ്ട് കുറേ നെഗറ്റീവ് റിവ്യൂസ് വാരി ഇടാറുണ്ട്. So, hello all, welcome to today's episode of Mind Plug. Today we have a beautiful guest who is the boss lady behind the firm called The Plates by Neha. So, for Adur, The Plates by Neha is very special because it is this restaurant who has introduced ramen and sushi to Adur for the first time ever. So, welcome Neha. Thank you so much. So, in Kerala, that too in Adur, which is very much close to traditional and nature, how do you end up with this idea? Like Pan-Asian restaurant തന്നെ ഇവിടെ കൊണ്ടുവരണം എന്നൊരു ഐഡിയ അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിലേക്ക് പോയതിൻ്റെ റീസൺ എന്താണ്? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ പറഞ്ഞല്ലോ ഈ ഒരു നാട്ടുംപുറം പോലത്തെ പ്രദേശമാണ് അടൂർ. പക്ഷേ ആ ഒരു കാലമൊക്കെ മാറി കേട്ടോ അടൂരിൻ്റെ. ബിക്കോസ് ഞങ്ങൾക്ക് ഇടുന്ന സമയത്ത് ഈ ഒരു പ്ലേറ്റ്സ് ബൈ നേഹ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്ന സമയത്ത് എൻ്റെ മനസ്സിലും ചെറിയ രീതിയിലുള്ള ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പക്ഷേ നമുക്ക് വന്ന കസ്റ്റമേഴ്സ് എല്ലാം NRI കസ്റ്റമേഴ്സും അല്ലെങ്കിൽ വെക്കേഷന് നാട്ടിൽ വരുന്ന കസ്റ്റമേഴ്സ് ലൈക്ക് തപ്പി വരും, ഇങ്ങനൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടോ എന്ന് തപ്പി വരും. ഡിഫറെൻറ്റ് ടേസ്റ്റ്. നോട്ട് ഓൺലി ദാറ്റ്, നമ്മൾ വിചാരിച്ചിരുന്നത് ഒരു ഏജ് കാറ്റഗറി ലൈക്ക് ഒരു 20+ അല്ലെങ്കിൽ ഒരു മിഡ് 30s ആ ഒരു റേഞ്ചിലുള്ള ആൾക്കാരെയാണ് കസ്റ്റമേഴ്സിന് എക്സ്പെക്ട് ചെയ്തത്. നോട്ട് ദാറ്റ്, നമുക്ക് ചെറിയ കുഞ്ഞുങ്ങൾ തൊട്ട് പ്രായമായ ആൾക്കാർ വരെ ഭയങ്കര കമൻസ് പറഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ റെസ്റ്റോറൻറ്റിനെ സ്വീകരിച്ചിട്ടുണ്ട്. സോ ഈ ഒരു സംശയം എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ലൈക്ക് വലിയൊരു സക്സസ് തന്നെയായിരുന്നു ദ പ്ലേറ്റ്സ് ബൈ. നൈസ് ടു ഹിയർ. സോ ഇൻസ്റ്റഗ്രാം പേജിൽ ഇങ്ങനെ പോസ്റ്റ് ഇടുന്നപ്പോൾ ഞാൻ അതിങ്ങനെ നോക്കുമ്പോൾ കണ്ടതാണ് ലൈക്ക് ദ ബ്രാൻഡിങ് നെയിം പ്ലേറ്റ്സ് ബൈ നേഹ. സോ യു ഹാവ് ബീൻ സെയിങ് ലൈക്ക് ഞാൻ എൻ്റെ പേരിലൂടെയാണ് ഇത് ബ്രാൻഡ് ചെയ്യുന്നത്. സോ ദ ഗ്യാരണ്ടി ഓഫ് ദ ഫുഡ് ഓർ ദ ക്വാളിറ്റി ഓഫ് ദ ഫുഡ് ഈസ് ഗ്യാരണ്ടീഡ് അപ്പോൺ മീ. സോ ഇതൊരു വളരെ ഒരു റിസ്ക് ഫാക്ടറാണ് ഇങ്ങനെ പറഞ്ഞിട്ട് തന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുക എന്നുള്ളത്. സോ ഹൗ ഡു യു എൻഡ് അപ്പ് വിത്ത് ദാറ്റ് കോൺസെപ്റ്റ്? ഓക്കെ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞല്ലോ എല്ലാവർക്കും ഉള്ളൊരു ധൈര്യമല്ല സ്വന്തം പേരിൽ ബ്രാൻഡ് ചെയ്യുക എന്നുള്ളത്. നമുക്കൊരു കാര്യത്തിൽ അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ പേരിൽ ബ്രാൻഡ് ചെയ്തുകൂടാ? ബിക്കോസ് ഇവിടെ എൻ്റെ റെസ്റ്റോറൻറ്റിൽ പർച്ചേസ് തൊട്ട് അല്ലെങ്കിൽ അവിടെ കിച്ചണിൽ ഓരോ സാധനങ്ങൾ എത്തുന്നത്, കസ്റ്റമേഴ്സിൻ്റെ മുന്നിൽ ഓരോ ഡിഷ് എത്തുന്ന വരെയും അതിനകത്തെല്ലാം എൻ്റെ ഒരു കണ്ണുണ്ടാവും. എന്താണ് അവർ കൊടുക്കുന്നത്, ഓരോ ഡിഷിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യുന്നത്, അത്രയും സേഫായിട്ടാണോ അവർ യൂസ് ചെയ്യുന്നത്, എല്ലാം എനിക്ക് അത്രയും ഉറപ്പുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെയാണ് എൻ്റെ പേരിൽ എനിക്ക് ബ്രാൻഡ് ചെയ്യാൻ പറ്റുന്നത്. സീരിയസ്ലി ഇപ്പം നമുക്കൊരു ബിസിനസ് ഐഡിയ ഉണ്ട്, നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് ഇൻഡെപ്ത് നോളജ് അതിനകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ആ ബിസിനസ്സിലോട്ട് ഇറങ്ങാൻ പറ്റൂ. അങ്ങനൊരു കോൺഫിഡൻസ് എനിക്ക് എൻ്റെ ബിസിനസ്സിലുള്ളത് കൊണ്ടാണ് എനിക്ക് എൻ്റെ പേരിൽ തന്നെ ബ്രാൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നൈസ്. സോ അതുപോലെ തന്നെ പറഞ്ഞല്ലോ യു റിയലി എൻജോയ് വൈൽ പർച്ചേസിങ് ഫോർ യുവർ ഓൺ റെസ്റ്റോറൻറ്റ്. സോ അതെങ്ങനെയാണ് കണ്ടെത്തുന്നത്, ആ ഒരു എൻജോയ്മെൻറ്റ് കണ്ടെത്തുന്നതെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ആസ് എ വുമൺ എനിക്ക് ഷോപ്പിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഡെഫിനറ്റ്ലി ഇതിപ്പം എൻ്റെ ഫേം ആയതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ അത് പോയി പർച്ചേസ് ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. അപ്പം ഞാൻ വിളിച്ചു പറഞ്ഞു എനിക്ക് ഇത്രയും ഐറ്റംസ് കടയിൽ എത്തിച്ചു തരണം എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഏതെങ്കിലും ബ്രാൻഡൊക്കെ ആയിരിക്കും കൊണ്ടുവരുന്നത്. സോ മേ ബി എനിക്കത് വീണ്ടും പോയി റീചെക്ക് ചെയ്ത് അതിനുള്ള ടൈമൊന്നും ഡെഫിനറ്റ്ലി എനിക്കില്ല. പക്ഷേ ഞാൻ തന്നെ പോയി റോ മെറ്റീരിയൽസ് കണ്ടുപിടിച്ച് ഈ തുടങ്ങുന്ന സമയത്ത് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു ഈ റോ മെറ്റീരിയൽസ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അത് പെട്ടെന്ന് അവൈലബിൾ അല്ല, അല്ലെങ്കിൽ നമ്മൾ ഒത്തൻറ്റിക് പാനേഷ്യൻ ഫുഡെന്ന് പറയുന്നതിൽ അർത്ഥമില്ല റിയൽ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തില്ലെങ്കിൽ. അതുകൊണ്ട് തന്നെയാണ് അത്യാവശ്യം ട്രാവൽ ചെയ്തിട്ട് തന്നെയാണ് നമ്മളുടെ നിയർ ബൈ ലൊക്കേഷൻസിലുള്ള ഈ ഒരു എന്താ പറയുക ഇൻഗ്രീഡിയൻസ് കിട്ടുന്ന സ്ഥലങ്ങൾ കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്കിത് പോയി പുതിയ കാര്യങ്ങൾ അവിടെ പോയി പഠിക്കാം. അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സുഷി റൈസ്. അപ്പം ഈ സുഷി റൈസ് പല ബ്രാൻഡ്സ് ഉണ്ട്. അപ്പം ടോപ്പ് ക്വാളിറ്റി തൊട്ട് ഏറ്റവും ലോവസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള ഐറ്റം ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരാളെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ മാർജിൻ നോക്കിയിട്ട് ഏറ്റവും ലീസ്റ്റ് ക്വാളിറ്റി ആയിട്ടായിരിക്കും നമുക്ക് കൊടുത്തിരുന്നത്. പക്ഷേ നമ്മളൊരു സ്ഥലത്ത് പോയി
അത് നമ്മൾ കണ്ട് മനസ്സിലാക്കി ഓക്കെ ഇതിന് ഇത്ര ബ്രാൻഡ്സ് ഉണ്ട്, ഇതിൻ്റെ ഏറ്റവും നല്ല ബ്രാൻഡ് ഇതാണ്, അല്ലെങ്കിൽ അവിടെ പോകുമ്പോഴായിരിക്കും നമ്മളൊരു പുതിയ ഐറ്റം കാണുന്നത്, അത് വെച്ചിട്ട് നമുക്ക് എന്ത് ഐറ്റം പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ഐഡിയയും കൂടെ ജനറേറ്റ് ആവുന്നത് ഇങ്ങനെയുള്ള പർച്ചേസിന് പോകുമ്പോഴാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ നോളജ് കൂടും, എനിക്ക് എന്താ പറയുക, എനിക്ക് ഒരു കോൺഫിഡൻസ് വരും ഞാൻ വാങ്ങിക്കുന്ന മെറ്റീരിയൽസിന്. അപ്പം അതൊക്കെ കൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നൊരു സംഭവം തന്നെയാണ് റോ മെറ്റീരിയൽസ് പർച്ചേസ്. സോ അതുപോലെ നിങ്ങളുടെ പേജിൽ വെരി ഓഫൻ കാണാൻ പറ്റും ലൈക്ക് അഡീഷൻ ഓഫ് ദ ന്യൂ ഐറ്റംസ്. സോ ഇത്രയും വെറൈറ്റീസ് എങ്ങനെയാണ് ഇതിനിടയിൽ ടൈം കണ്ടെത്തുന്നത് വീണ്ടും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് ഫുഡ് എന്ന് പറയുന്നത്. നമുക്ക് ഏത് രീതിയിലും എക്സ്പെരിമെൻ്റ് ചെയ്യാം. ഒരു സമയത്ത് പൊറോട്ട ബീഫ് എന്ന് പറയുന്നൊരു സാധനം നോർമലി ആൾക്കാർ കഴിച്ചുകൊണ്ടിരുന്ന, പക്ഷേ ഇതിൻ്റെ ട്രെൻഡ് മാറിയപ്പം ഇത് കിഴി പൊറോട്ടയായി, നിധി പൊറോട്ടയായി, പിന്നെ ചട്ടിയിലുള്ള പൊറോട്ടയായി, അങ്ങനെ പല വെറൈറ്റി ദം പൊറോട്ടയായി, പിന്നെ അങ്ങനെ കുറേ വെറൈറ്റീസ് ഓഫ് പൊറോട്ടയുടെ ഇറങ്ങിയ ഒരു ടൈം ഉണ്ടായിരുന്നു ഞാൻ ട്രിവാൻഡ്രത്തുള്ള ഒരു ടൈമിൽ. സോ അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എന്താ പറയുക ഫുഡിനകത്ത് അല്ലെങ്കിൽ പാനീഷനകത്ത് വെറൈറ്റീസ് കൊണ്ടുവന്നുകൂടാ. അപ്പം ദ പ്ലേറ്റ്സ് ബൈ നേഹ ഒത്തൻറ്റിക് ഫുഡ് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഫ്യൂഷൻ ഫുഡും കൂടി എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ്. അപ്പം ഐ ലവ് എക്സ്പെരിമെൻറ്റിങ് ഇൻ ഫുഡ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ വീട്ടിലാണെങ്കിൽ പോലും മൊമോസിനകത്ത് ഞാൻ ഡിഫറെൻറ്റ് ഫില്ലിങ്സ് വെച്ചിട്ട് ഞാനും അമ്മയും കൂടി ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാറുണ്ട്. അത് ഡിഫറെൻറ്റ് ഗ്രേവീസിൽ നമ്മൾ ഇന്ത്യൻ ഗ്രേവി, ബട്ടർ ചിക്കൻ്റെ ഗ്രേവി, അല്ലെങ്കിൽ ഈ പനീർ മഖ്നി പോലത്തെ ആ ഒരു ഗ്രേവി, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഗ്രേവീസിൽ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ടേസ്റ്റ് വേറെ ഒരു സംഭവമായിട്ട് മാറും. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ലൈക്ക് ഐ കീപ്പ് ഓൺ റിസർച്ചിങ് എവ്രി ഡേ. കാരണം നമ്മൾ ഒരു മാർക്കറ്റ്, ഇപ്പം ഉള്ളൊരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എവ്രി ഡേ പുതിയ പുതിയ ഐഡിയാസ് മഷ്റൂമിങ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിലാണ് നമ്മളുള്ളത്. അവിടെ നിന്ന് ഒരു സ്റ്റെപ്പ് ബാക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ വി കനോട്ട് കം അപ്പ്. സോ അതുകൊണ്ട് എവ്രി ഡേ നമ്മളിങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ ആൾക്കാർക്ക് നമുക്ക് പുതിയത് എന്തെങ്കിലും കൊടുക്കാൻ പറ്റൂ. ബിക്കോസ് ആൾക്കാർ മടുക്കും. പുതിയ എന്തെങ്കിലും ഇല്ലെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും മടുപ്പ് വരും. സോ അതാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റിങ്ങിൻ്റെ റീസൺ. ഓക്കെ. സോ ഷൂട്ടിംഗ് ലൈഫിലേക്ക് പറയുകയാണെങ്കിൽ ഞാൻ റിസർച്ച് ചെയ്യുന്ന സമയത്ത് പേജ് കണ്ടു. അപ്പോൾ യു ആർ വെരി മച്ച് ആക്റ്റീവ് ഓൺ സോഷ്യൽ മീഡിയ. അപ്പോൾ അതും ഈ ബിസിനസ്സും കൂടെ എങ്ങനെയാണ് ഈ ടൈം കണ്ടുപിടിക്കുന്നത്? അത് ആക്ച്വലി ആക്ടിങ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു പാഷനാണ് എനിക്ക്. അത് പണ്ട് തൊട്ടേ ടിക്ടോക്ക് എന്ന് പറയുന്നൊരു സാധനം ഇറങ്ങിയപ്പോൾ തൊട്ടേ കുറച്ചിങ്ങനെ റീൽസ് കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നു. ഇപ്പം അത് ഒരു സീരിയലിലെത്തി നിൽപ്പുണ്ട്. അത് എന്താ പറയുക, ഞാൻ അതിനെ ആക്ച്വലി ഒരു ജോബായിട്ടോ അങ്ങനെയൊന്നും കാണുന്നില്ല. പക്ഷേ ദ പ്ലേറ്റ്സ് ബൈ നേഹ അങ്ങനെയല്ല. അതെൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റായിരുന്നു. അറൗണ്ട് ഒരു 5 വർഷത്തെ റിസർച്ചിലൂടെ ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ഒരു ബ്രാൻഡാണ് ദ പ്ലേറ്റ്സ് ബൈ നേഹ. അപ്പം ഡെഫിനറ്റ്ലി നമുക്ക് ഇത് പാഷനാണ്, ഇത് ഡ്രീമാണെങ്കിൽ ഇത് രണ്ടിനും നമ്മൾ ടൈം കണ്ടെത്താൻ തന്നെ വേണം. നമ്മൾ പറയും നമുക്ക് 24 മണിക്കൂറിൽ ടൈമില്ല, ഒട്ടും സമയമില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പറയാൻ എളുപ്പമാണ്. പക്ഷെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമയം കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ. സോ ഇപ്പോൾ അപ്പാർട്ട് ഫ്രം ദ ക്വാളിറ്റി ഓഫ് ദ ഫുഡ്, അതുപോലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കുന്നതാണ് പ്രസൻറ്റേഷൻ ഓഫ് ദ ഫുഡ്. ആൻഡ് അതും നല്ല ടോപ്പ് ക്ലാസ്സിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. സോ ബീയിങ് ആൻ ആർട്ടിസ്റ്റ് അത് ക്യൂറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഇതിലേക്ക്, പ്രസൻറ്റേഷൻ ഓഫ് ദ ഫുഡിലേക്ക്? ഇല്ല, ഞാനത് എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നൊരു എന്താ പറയുക ഒരു കാറ്റഗറിയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫുഡ്, ഫസ്റ്റ് ഇംപ്രഷൻ ഓഫ് എ ഫുഡ് അതിൻ്റെ ടേസ്റ്റ് അല്ല ഒരിക്കലും. നമുക്കിപ്പം ഒരാൾക്ക് രാമൻ എന്ന് പറയുന്നൊരു സംഭവം അറിയില്ല, അവരുടെയൊക്കെ മനസ്സിൽ ജാപ്പനീസ് ഓക്കെ ഒരു റോ ബ്ലണ്ട് ടേസ്റ്റ് ആണെന്നുള്ളൊരു മൈൻഡ് സെറ്റ് മലയാളികൾക്ക് ലൈക്ക് മേ ബി ടേസ്റ്റ് ചെയ്യാത്തവർക്ക് തുടക്കത്തിൽ ഉണ്ടാവും. അപ്പം പക്ഷേ അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ നല്ലതാണ്. അല്ലെങ്കിൽ ചില സംഭവങ്ങളില്ലേ നമ്മൾക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നൊരു സംഭവം, അതിന്റെ പ്രസന്റേഷൻ കൊണ്ട് മേടിക്കും. എക്സാക്ട്ലി, കറക്റ്റ്. മേ ബി അത് കഴിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന പോലും ഇല്ല. അതിൻ്റെ ഭംഗിയായിരിക്കും അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ അങ്ങനെ പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഫുഡ് കൊണ്ടുവയ്ക്കുമ്പം ആദ്യം നമ്മുടെ കസ്റ്റമറിന് അത് കഴിക്കാൻ തോന്നണം. ആൻഡ് അതുപോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് കഴിച്ച് കഴിഞ്ഞിട്ട് അയ്യേ കഴിക്കേണ്ടായിരുന്നു എന്ന് തോന്നരുത്. അതുപോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ടേസ്റ്റും. അപ്പം പ്രസൻറ്റേഷൻ എപ്പോഴും ഞാൻ കിച്ചണിൽ ഷെഫുമാരോട് പറയുന്നതാണ്, എന്തെങ്കിലും നിങ്ങൾ പ്രസൻറ്റേഷൻ ഒരിക്കലും ലാക്ക് ചെയ്യരുത്, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടേ കൊടുക്കാൻ പാടുള്ളൂ എന്ന്. അതൊരിക്കലും എൻ്റെ ആ ഒരു ആർട്ടിസ്റ്റ് തിങ്ങുമായിട്ട് ഞാൻ മാച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല.
ഓക്കെ. സോ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ലൊക്കേഷൻസിൽ പോയിട്ടായിരിക്കുമല്ലോ ഓരോ റീൽസും ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അവിടുത്തെ ഫുഡ് കൾച്ചർ അല്ലെങ്കിൽ അവിടുത്തെ വെറൈറ്റീസ് ഓഫ് ഫുഡ് ഇവിടുത്തെ മെനുവിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ യെസ്. ഇപ്പം ഡിഫറെൻറ്റ് റീൽസ് എടുക്കാനും അങ്ങനെയൊക്കെ ഞങ്ങൾ എഫേർട്ട് ഇട്ട് ഡിഫറെൻറ്റ് ലൊക്കേഷൻസിലൊക്കെ പോകാറുണ്ട്. പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് ഞാൻ അത്യാവശ്യം നല്ലപോലെ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ നല്ലൊരു ഫുഡിയും കൂടിയാണ്. അപ്പം പ്ലേറ്റ്സ് ബൈ നേഹ തുടങ്ങുന്നതിന് മുന്നേ മിക്ക റെസ്റ്റോറൻറ്റ്സിലും ഞാൻ പോയിട്ട് അവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യും. ഈവൻ ഞാൻ ദുബായിലായിരുന്ന ടൈമിൽ പോലും അവിടുത്തെ പാനീഷ്യൻ റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ ജാപ്പനീസ് റെസ്റ്റോറൻറ്റ്സ് ഇവിടെയൊക്കെ പോയിട്ട് ഫുഡെല്ലാം എക്സ്പ്ലോർ ചെയ്ത് അതിൻ്റെ റിയൽ ടേസ്റ്റ് എന്താണെന്ന് അറിഞ്ഞ് അങ്ങനെയാണ് ഇങ്ങനെ ഒരു മെനു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ക്യൂറേറ്റ് ചെയ്ത് എടുക്കാൻ എനിക്ക് സാധിച്ചത്. സോ ഡെഫിനറ്റ്ലി നമുക്ക് എക്സ്പീരിയൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ നമ്മളൊരു ബുക്കിൽ റെസിപ്പി വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഈ ഒരു രീതിയിൽ എത്താൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് കുക്കിംഗ് ആണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ആണെങ്കിലും നമ്മുടെ എന്താ പറയുക, ഈ ഒരു ഭാഗത്ത് വെക്കുന്ന സാമ്പാർ ആയിരിക്കത്തില്ല പാലക്കാടിലുള്ളവർ വെക്കുന്നത്. ഇറ്റ്സ് പ്യോർലി ഡിഫറെൻറ്റ്. അതുപോലെ തന്നെയാണ് ആൾക്കാരുടെ മൈൻഡ് സെറ്റും. ചില്ലി ചിക്കൻ എന്ന് പറയുന്ന ഒരു സംഭവം തട്ടുകടയിൽ മുളക് പൊടി ഇട്ട് കൊടുത്തോണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. സോ ആൾക്കാരുടെ മൈൻഡിൽ ചില്ലി ചിക്കൻ ഇതാണ് ചില്ലി ചിക്കൻ. മുളക് പൊടി ഇട്ട് റെഡ് കളറിൽ കിട്ടുന്ന ചില്ലി ചിക്കൻ കഴിച്ചിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് ഇതല്ല ചില്ലി ചിക്കൻ എന്ന് വാദിക്കുന്നവരുണ്ട്. അത് ബെൽ പെപ്പറിൻ്റെയും ചില്ലിയുടെയും ആ ഒരു സ്പൈസിനെസ് ആണ് ചില്ലി ചിക്കൻ എന്ന് മിക്കവർക്കും സ്റ്റിൽ അറിയില്ല. ഓക്കെ. സോ ഇപ്പം പ്ലേറ്റ്സ് ബൈ നേഹ നെയിം ഇറ്റ്സെൽഫ് ഇസ് വെരി പേഴ്സണൽ. അപ്പോൾ ഈ മെനുവിൽ അല്ലെങ്കിൽ പ്ലേറ്റ്സ് ബൈ നേഹയിൽ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഡിഷസ് ഉണ്ടോ? പേഴ്സണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഞങ്ങളുടെ മോമോസിലാണ്. ഞങ്ങളുടെ ഡിഷിൽ ഞാൻ എല്ലാ കസ്റ്റമേഴ്സിനോട് പറയും, ഞാൻ തരുന്ന ഡിഷിൽ അല്ലെങ്കിൽ എൻ്റെ ഫുഡിൽ ഞാൻ 100% കോൺഫിഡൻ്റ് ആണെന്ന് പറയും. അതിനെയൊക്കെ കാട്ടിലും എനിക്കൊരു പൊടിക്ക് കോൺഫിഡൻസ് കൂടുതൽ എൻ്റെ മൊമോസിനകത്താണ്. അപ്പം ഈ ഒരു മൊമോസ് ശരിക്കും ഞങ്ങളുടെ നേപ്പാളി ഷെഫ് ഒത്തൻറ്റിക് മോമോസ് ഉണ്ടാക്കുന്ന ആൾ തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ മൊമോസ് ഉണ്ടാക്കുന്നത്. സോ അതെനിക്ക് ഭയങ്കര പേഴ്സണലാണ്. പിന്നെ മൊമോസ് എന്ന് പറയുന്നൊരു ഐറ്റത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ടാക്കാൻ പറ്റും. നോട്ട് ലൈക്ക് അതർ ഫുഡ്സ്. മറ്റേ ഫുഡിനൊക്കെ ഉണ്ടാക്കാൻ ലൈക്ക് ഒരു ഡിഫറെൻറ്റ് എക്സ്പെരിമെൻറ്റ് ചെയ്യാനൊരു പരിമിതിയുണ്ട്. പക്ഷെ മൊമോസിൽ അങ്ങനെയല്ല. നമുക്ക് എത്ര വെറൈറ്റീസ് വേണമെങ്കിലും മൊമോസിനകത്ത് ഉണ്ടാക്കാം പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം പ്ലേറ്റ്സ് ബൈ നേഹയിൽ മൊമോ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അറൗണ്ട് 150+ വെറൈറ്റീസ് ഓഫ് മൊമോസ് ആണ്. അതെ. അതും ഇതുപോലെ കുത്തിയിരുന്ന് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് പല ഷോപ്പിലെ മെനൂസൊക്കെ എടുത്ത് അങ്ങനെ പിന്നെ മൈൻഡിലൊക്കെ വന്നതെല്ലാം ആക്കിയിട്ടാണ് ഈ ഒരു 150+ വെറൈറ്റീസ് ചെയ്തെടുത്തത് ഒരു മെനു ആയിട്ട്. ഓക്കെ. അതെ. നൈസ്. സോ ഇപ്പോൾ അവിടെ വന്ന മസ്റ്റ് ട്രൈ ആയിട്ട് കഴിക്കേണ്ട ഡിഷസ് എന്ന് ചോദിച്ചാൽ എന്തൊക്കെ പറയും? മസ്റ്റ് ട്രൈ എന്ന് പറയുമ്പം ഞാൻ ഉറപ്പായിട്ടും സുഷി പറയും. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കസ്റ്റമേഴ്സ് വന്നവർ മിക്കവരും നിങ്ങൾ സുഷി ട്രൈ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അയ്യേ സുഷി ഞങ്ങൾക്ക് വേണ്ട. ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് ആൾക്കാർക്ക്. സുഷി എന്ന് പറയുന്ന സംഭവം പച്ച മീനാണെന്നും നമ്മുടെ മലയാളികൾ പച്ചയായിട്ടൊന്നും കഴിക്കത്തില്ല എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. നമ്മളൊക്കെ കുറച്ചെങ്കിലും ഈ വെജിറ്റബിൾസ് പോലും അത്യാവശ്യം കുറച്ചെങ്കിലും കുക്ക് ചെയ്ത് അല്ലാണ്ട് നമുക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോഴാണ് ആൾക്കാർ കുറച്ച് ഹെൽത്ത് ഫോളോ ചെയ്യുന്നുണ്ട്, കോൺഷ്യസ് ആയതുകൊണ്ട് സാലഡ്സും കാര്യങ്ങളും നിവൃത്തിയില്ലാതെ കഴിക്കുന്നത്. അല്ലാണ്ട് പച്ചയായിട്ട് കഴിക്കാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ് നോൺ വെജ്. സോ അതെനിക്കൊന്ന് മാറ്റിയെടുക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ എല്ലാ കസ്റ്റമേഴ്സിൻ്റെ അടുത്തും സുഷി ട്രൈ ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യും. വൈ? ബിക്കോസ് നമുക്ക് ബോത്ത് കുക്ക്ഡ് ആയിട്ടും അൺകുക്ക്ഡ് ആയിട്ടും സുഷി കൊടുക്കാൻ പറ്റും. അപ്പം ഈവൻ അൺകുക്ക്ഡ് ആണെങ്കിൽ പോലും ഞാൻ റെക്കമെൻഡ് ചെയ്ത് അൺകുക്ക്ഡ് ആയിട്ട് കഴിക്കുമെന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്ത് കഴിച്ചവർ പോലും ദേ ടോൾഡ് മീ ഞങ്ങൾക്ക് ഒരിക്കലും ആ ഒരു റോ ഫിഷിൻ്റെ ടേസ്റ്റ് തോന്നിയിട്ടേയില്ല, വി വർ വെരി കംഫർട്ടബിൾ എന്ന് പറഞ്ഞിട്ട് പോയതുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഐ ഓൾവേസ് സജസ്റ്റ് സുഷി. സോ ചാലഞ്ചസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബീങ് എ ലേഡി എൻ്റർപ്രണർ ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ എന്തൊക്കെ ചാലഞ്ചസ് ആണ് ഫേസ് ചെയ്തിരുന്നത്? ചാലഞ്ചസ് ആണെങ്കിൽ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ മെയിനായിട്ട് പറയേണ്ട ഒരു സംഭവം, ഞങ്ങൾക്ക് കുറച്ച് പേഴ്സണലായിട്ട് ഞങ്ങൾക്ക് വിഷമം വന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമേഴ്സ് ഇപ്പം ഞങ്ങളെപ്പോഴും അവിടെ ഉണ്ട്, ഞാനും എൻ്റെ അമ്മയും ലൈക്ക് ഞങ്ങളെപ്പോഴും ഷോപ്പിലുണ്ടാവും. മോസ്റ്റ് ഓഫ് ദി ടൈം ഞങ്ങളുണ്ടാവും. സോ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഡയറക്റ്റ് പോയിട്ട് ഞങ്ങളിങ്ങനെ ചോദിക്കും ഫുഡ് ഓക്കെ അല്ലേ, എല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിച്ചിട്ട് ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞിട്ട് പോയവർ നമുക്ക്
ഒരു ആവശ്യമില്ലാണ്ട് കുറേ നെഗറ്റീവ് റിവ്യൂസ് വാരിയിടാറുണ്ട്. എക്സാക്ട്ലി ആ ഒരു സെയിം. അപ്പം അവർക്ക് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ ചേഞ്ച് ദാറ്റ്. അങ്ങനെ നമുക്ക് മാറ്റി കൊടുക്കാം, അല്ലെങ്കിൽ ഏത് രീതി വേണേലും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇവർ നല്ലതാ കുഴപ്പമില്ലെന്ന് പറഞ്ഞിറങ്ങുന്നവരായിരിക്കും ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ എനിക്ക് പേഴ്സണലി ഭയങ്കര വിഷമം തോന്നും അത്. കാരണം നമ്മൾ ഇത്രയും കീനായിട്ട് ഒരു സാധനം കൊണ്ടുപോയി വെച്ചിട്ട് അല്ലെങ്കിൽ അവർക്ക് സെർവ് ചെയ്തിട്ട് അവരിങ്ങനെ പറയുമ്പം അത് ഉറപ്പായിട്ടും എനിക്കത് പേഴ്സണലായിട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്ലേറ്റ്സ് ബൈ നേഹ തുടങ്ങിയ സമയത്ത് വിത്തൗട്ട് എനി റീസൺസ് കസ്റ്റമേഴ്സ് വന്ന് ഫുഡ് കഴിച്ചിട്ട് ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് പോയിട്ടുണ്ട്. ഇതെന്താണിത്? ബിക്കോസ് അവർക്ക് ഈ രാമൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ ഒരു ടേസ്റ്റ് അറിയില്ല. രാമൻ എന്ന് പറഞ്ഞ പ്യുവർ ചിക്കൻ ബ്രോത്തിൽ ഉണ്ടാക്കുന്ന സംഭവം. അതിനകത്ത് നമുക്ക് കൂടുതൽ ലൈക്ക് എന്താ പറയുക, ഇന്ത്യൻ മസാലാസോ ഓവർ സോസോ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. അത് അങ്ങനെയാണ് കഴിക്കേണ്ടത്. സോ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു കൺവിൻസ് സം പീപ്പിൾ. ഓൾറെഡി അവർ കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്കറിയാം. പക്ഷെ കഴിക്കാത്തവർ ഈ കൊറിയൻ K-drama ഒക്കെ കണ്ട് ഈ ബുൾഗോഗിയൊക്കെ വന്ന് കഴിക്കാൻ വരുമ്പോഴത്തേക്കും അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വേറെ ഒന്നായിരിക്കും, നമ്മൾ കൊടുക്കുന്നത് വേറെ ഒന്നായിരിക്കും. സോ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ വരരുതെന്ന് ഞാൻ മിക്ക കസ്റ്റമേഴ്സിനോടും പറഞ്ഞിട്ട്, ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ്, ദിസ് ഇസ് ഹൗ യു ഹാവ് ടു ഈറ്റ് ഇറ്റ് എന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. അതുപോലെ തന്നെ പിന്നൊരു ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോ മെറ്റീരിയൽസ് കിട്ടാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം വെജിറ്റബിൾസ് പോലും ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തായ് ഡിഷിന് യൂസ് ചെയ്യുന്ന ജിഞ്ചർ, തായ് ജിഞ്ചർ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതുപോലെ ലെമണിൻ്റെ ലീഫ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് പെർട്ടിക്കുലർലി ഉണ്ട്, ലെമൺ ഗ്രാസ്. അപ്പം ഇതൊക്കെ നമുക്ക് സീസണിലാണ്. ഊട്ടിയിൽ സാധനം വന്നില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ട്രൈ ചെയ്ത് അതൊന്ന് മേക്കപ്പ് ചെയ്ത് കൊടുക്കാൻ ഇതാക്കുമ്പോഴത്തേ കസ്റ്റമേഴ്സ് ഇഷ്യൂ ഉണ്ടാക്കും. ഇത് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ ഓത്തൻറ്റിക് അല്ല, ഇതാണോ ഓത്തൻറ്റിക് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. സോ റോ മെറ്റീരിയൽസ് റെഗുലറായിട്ട് കിട്ടാനുള്ളതും ഒരു വലിയ ചലഞ്ച് തന്നെയാണ്. പിന്നെ ഈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്ന് പറയുന്നത് അതിലും വലിയൊരു ചലഞ്ചാണ്. കാരണം ഫസ്റ്റ് ഒരു കസ്റ്റമർ വന്ന് കഴിച്ചിട്ട് സെക്കൻഡ് ടൈം വന്ന് കഴിച്ച് ഈ സെയിം ടേസ്റ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ദേ വിൽ നോട്ട് കം ബാക്ക്. കാരണം ഓപ്ഷൻസ് ഒരുപാടാണ്. അതൊക്കെ ചലഞ്ചസ് ആണ്. ഓക്കെ. സോ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി നെഗറ്റീവ് കമൻറ്റ്സ് വെരി കോമൺ വരാറുണ്ടാവുമായിരിക്കുമല്ലോ. അപ്പം അത് ലൈക്ക് ആർട്ടിസ്റ്റ് ലൈഫിലും ഇതിലും വരുമ്പോൾ ഏതാണ് കുറച്ചും കൂടെ ഹാർട്ട്ഫുൾ ആയിട്ട് തോന്നുന്നത്? ആക്ച്വലി ഞാൻ നെഗറ്റീവ് കമൻറ്റ്സ് ഒന്നും അധികം മൈൻഡ് ചെയ്യാത്ത, ഒട്ടും ബോധർ ചെയ്യത്തില്ല. കാരണം അതെന്നെ ഒരിക്കലും ഒരു രീതിയിലും തളർത്താൻ പറ്റത്തില്ല. ആ ഒരു സംഭവം പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്താണോ ചെയ്യുന്നതിൽ എനിക്കതിൽ അത് കോൺഫിഡൻസ് ഉണ്ട്. സോ അതാണല്ലോ മെയിൻ. അപ്പം വേറെ ഒരാൾ നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞു എന്ന് വെച്ചിട്ട് അത് സത്യമാവണം എന്നില്ലല്ലോ ഡെഫിനറ്റ്ലി. സോ അത് ഞാൻ അങ്ങനെ ബോധർ ചെയ്യാറില്ല. ഓക്കെ. സോ ഓൺ നെയിം ആയിട്ടാണല്ലോ ഇത് ബ്രാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് കീപ്പപ്പ് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും ഒത്തിരി എഫേർട്സ് ഇടണമായിരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി എന്തൊക്കെയാണ് ഡെയിലി അല്ലെങ്കിൽ ഓഫൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഡെയിലി അങ്ങനെയല്ല. നമ്മളൊരു ഷോപ്പ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പം അവിടെ ഒരു സെറ്റ് ഓഫ് റൂൾസ് നമ്മളവിടെ ഫിക്സ് ചെയ്യും. കിച്ചണിലാണെങ്കിലും അപ്പം ഇത് ഇത്രേ കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത്ര മണിക്കൂറിന് ശേഷം ഈ ഒരു എന്താ പറയുക ഡിഷ് കസ്റ്റമറിന് സെർവ് ചെയ്യരുത്, അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് മോമോസ് ബാക്കി വന്നു കഴിഞ്ഞാൽ വെക്കരുത് എന്നൊക്കെ തുടക്കത്തിലെ കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഓൾറെഡി അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ വൺസ് അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് ആ ഒരു ട്രാക്ക് പിടിച്ചങ്ങ് പൊക്കോളും. അപ്പം പിന്നെ നമ്മൾ ഓവറായിട്ട് എഫേർട്ട് കൂടുതലൊന്നും ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ തുടക്കത്തിൽ എന്താണോ ചെയ്യുന്നത് അത് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ. സോ ഈ ബിസിനസ്സും പാഷനും കൂടെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ബിസിനസ്സും പാഷനെന്ന് പറയുമ്പം ഇപ്പം ഷൂട്ടെന്ന് പറയുന്നത് എല്ലാ ദിവസവും ഇല്ല. മേ ബി ഒരു ഇൻ എ മന്ത് ഒരു 5 days 6 days അത്രയൊക്കെ ഉണ്ടാവും. പിന്നെ റീൽസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എടുക്കാനൊക്കെ പോവും. അതും നമ്മൾ പ്ലാൻ ചെയ്ത് പോവും. അതും എന്നും ഇല്ലല്ലോ. അപ്പോൾ കൂടുതൽ സമയം റെസ്റ്റോറൻറ്റിൽ തന്നെ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ അത് ബാലൻസ്ഡ് ആയി പോകുന്നുണ്ട്. സോ ഫാർ ഇറ്റ്സ് ഫൈൻ. പക്ഷെ മുന്നോട്ട് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ ഇപ്പോൾ ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ചൊരു നല്ലൊരു മെമ്മറി പറയാൻ പറഞ്ഞാൽ ഫസ്റ്റ് ഡേ അങ്ങനെ പറയാൻ ഏത് പറയും? ഏതാണ് ഒരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു? മെമ്മറബിൾ ആയിട്ടുള്ളതൊരു കസ്റ്റമറിൻ്റെ റിവ്യൂ ആണ്.
നല്ല ഏജ്ഡ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, വെരി ക്യൂട്ട് കപ്പിൾസ്. അപ്പം അവർ റെസ്റ്റോറൻറ്റ് തുടങ്ങിയ സമയത്ത് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഐ വാസ് ലൈക്ക് എന്താ, അയ്യോ ഇവർക്ക് എൻ്റെ ഒരു മൈൻഡ് സെറ്റ് വന്നതാണ്, ഇവർക്ക് ഇതൊക്കെ ഇഷ്ടമാവുമോ, ഇവർക്ക് ഇന്ത്യൻ എക്സ്പെക്റ്റ് ചെയ്തായിരിക്കുമോ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ പോയി ഓർഡർ എടുത്തപ്പോഴത്തേക്കും അവരിങ്ങോട്ട് ചോദിക്കുക, എനിക്ക് പോലും അറിയാത്ത കുറച്ച് ഐറ്റംസ്, കൊറിയൻ കുറച്ച് ഐറ്റംസ് അവർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കാം. സോ അവരെടുത്ത് പറഞ്ഞു അവർ സിംഗപ്പൂർ ആയിരുന്നു സെറ്റിൽഡ്. സോ അപ്പം ഇങ്ങനെ കുറേ വർഷമായിട്ട് അവർ ആഗ്രഹിക്കുക ഒരു പാനേഷ്യൻ ഫുഡ് കഴിക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഫുഡ് വന്നു, അവർ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അവർ എൻ്റെ അടുത്ത് വന്ന് പേഴ്സണലായിട്ട് കുറേ നേരം സംസാരിച്ചു. നല്ലൊരു ഇനിഷ്യേറ്റീവാണ് മോളെടുത്തത്, ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്, വർഷങ്ങളായിട്ട് ഞങ്ങൾ കൊതിക്കുകയാണ് ഇങ്ങനൊരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പം മക്കളുമായിട്ടൊക്കെ ഡിറ്റാച്ച്ഡ് ആയിട്ട് അവർ മാത്രമായിട്ട് ഒതുങ്ങിയ ഒരു സിറ്റുവേഷൻ, ദി കനോട്ട് ഗോ ബാക്ക് ടു സിംഗപ്പൂർ, ഇങ്ങനൊരു ഒത്തൻറ്റിക് ഫുഡ് കഴിക്കാൻ പറ്റില്ല. അപ്പം അവർ ഭയങ്കര ഹാർട്ട് ഫെൽറ്റായിട്ട് ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്തു, നന്നായിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോയി. അവരിപ്പം സ്ഥിരം കസ്റ്റമറാണ് നമ്മുടെ. എനിക്ക് തോന്നുന്നു എവ്രി വീക്ക് അവർ വരും, ഫുഡ് കഴിക്കും, കുറേ നേരം സംസാരിക്കും. സോ എനിക്കത് ഭയങ്കര, അങ്ങനെയുള്ള നല്ല കസ്റ്റമേഴ്സും നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെയാണ് ശരിക്കും പറഞ്ഞ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നല്ല റിവ്യൂ കിട്ടുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിന് ഒരാളിങ്ങനെ അനുഗ്രഹിച്ച് വിടുക എന്നൊക്കെ പറയുന്നത് തന്നെയാണ് ഡെഫിനറ്റ്ലി എന്നെ സംബന്ധിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ കുറേ റീൽസൊക്കെ എടുക്കാറുണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്നാണോ ഈ ഒരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഫുഡ് കുക്കിംഗ് വന്നത്, അത് അല്ല ഒരിക്കലും അല്ല, രണ്ടും ഡിഫറെൻറ്റ് ഏരിയാസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, റീൽസൊക്കെ എനിക്ക് പണ്ടേ ഇഷ്ടമാണ്, ഞാൻ പണ്ടേ എടുക്കുന്നതാണ്. അപ്പം അതും റെസ്റ്റോറൻറ്റുമായിട്ട് ഒരു ബന്ധവുമില്ല. രണ്ട് പാരലൽ ലൈൻസ് ആണ് ഞാൻ പറയുള്ളൂ. അതൊരിക്കലും മീറ്റ് ചെയ്യില്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. അതും റെസ്റ്റോറൻറ്റായിട്ട് ഐ നോട്ട് കണക്ട്. അതെ. ഇപ്പോൾ ഒരു കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ബ്രാഞ്ച് ഒക്കെ മൈൻഡിലുണ്ടോ? ആക്ച്വലി ഉണ്ട്. നമ്മൾ ഇപ്പം പത്തനാപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ലുലുവിൻ്റെ ഡെയിലി എക്സ്പ്രസ് വരുവാണ്. ഓക്കെ. സോ അവിടെ ഞങ്ങളൊരു പുതിയ ഔട്ട്ലെറ്റ് എടുത്തിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂൺ, ലൈക്ക് ഒരു 2 months സ്റ്റാർട്ടിങ്. പിന്നെ പ്ലാൻസ് ഉണ്ട്, അറിയില്ല, ദൈവം സഹായിച്ചു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ലൊക്കേഷൻസിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിലേക്ക് വരുന്ന എസ്പെഷ്യലി ലേഡി ആൻട്രപ്രനേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? നോട്ട് ഓൺലി ടു ലേഡി ഓൺട്രപ്രനേഴ്സ്, എല്ലാവരുടെ അടുത്തും, ലൈക്ക് ഈവൻ ഇപ്പം ഞാൻ ബിസിനസ് ടോക്കിന് പോകാറുണ്ട് കോളേജസിലും സ്കൂൾസിലും ഒക്കെ. സോ അവിടെയൊക്കെ എൻ്റെ അടുത്ത് കോമൺ ആയിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ബിസിനസ് ചെയ്യാൻ ഞങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ വേണ്ടി മാഡം ഒരു ഐഡിയ പറഞ്ഞു തരുമോ? അപ്പം ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞു കൊടുക്കില്ല. വൈ? ബിക്കോസ് നമുക്ക് ഒരു സാധനം, ഞാൻ പറഞ്ഞ പോലെ ഒരു സംഭവത്തിൽ നമുക്കൊരു കോൺഫിഡൻസ് വേണം, ഒരു ഉറപ്പ് വേണം. അപ്പം ആ ഒരു സംഭവത്തിൽ നമ്മൾ അത്രയും എക്സ്പെർട്ടൈസ് ആയിരിക്കണം, അത്രയും എക്സ്പീരിയൻസ് വേണം. എന്നാൽ മാത്രമേ ഒരു ബിസിനസ് എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങാൻ പാടുള്ളൂ. സോ പുതിയതായിട്ട് ബഡ്ഡിങ് ഓൺട്രപ്രനേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഈവൻ വുമൻ ഓൺട്രപ്രനേഴ്സിനാണെങ്കിൽ പോലും എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിനകത്ത് നിങ്ങൾക്കൊരു ഉറപ്പ് വേണം. ലൈക്ക് നിങ്ങൾക്കതിനെ കംപ്ലീറ്റ്ലി സ്റ്റഡി ചെയ്തിട്ട് മാത്രമേ അതിനകത്ത് ഇറങ്ങാൻ പാടുള്ളൂ. അതുപോലെ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് അതിനകത്ത് ഫുൾ ഡെഡിക്കേഷൻ കൊടുക്കാൻ പറ്റുമെന്നൊരു ഉറപ്പും വേണം. കാരണം ഫസ്റ്റിലത്തെ കുറച്ച് നാളെന്ന് പറയുന്നത് ഉറപ്പായിട്ടും നമുക്കൊരു പ്രോഫിറ്റ് ജനറേഷൻ മന്തോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കത്തില്ല. സ്ട്രഗ്ലിംഗ് ഫേസ് തന്നെയായിരിക്കും. ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യണം. ഈവൻ ഒരു ക്ലോത്ത് ബ്രാൻഡ് ആണെങ്കിൽ പോലും എന്തോരം ക്ലോത്ത് ബ്രാൻഡ്സ് ആണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്നത്. കാരണം അതിനകത്തുനിന്ന് ഏതാണ് നല്ലത് ഏതാണ് മോശം എന്ന് ഇപ്പോഴും ആൾക്കാർക്ക് അത് വേർതിരിച്ചെടുക്കാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് ഇത്രയും വലിയൊരു ഹ്യൂജ് മാർക്കറ്റിൽ ഏതൊരു സാധനം തുടങ്ങിയാലും അതിനകത്ത് നമുക്ക് അത്യാവശ്യം അതിനകത്ത് എക്സ്പീരിയൻസ് വേണം, അതിൽ ഡീപ്പ് നോളജ് വേണം, അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു വിൽ പവർ വേണം. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഒതൻറ്റിക് ഫുഡാണെന്ന് പറയുന്നുള്ളൂ. അപ്പോൾ ഈ ഒതൻറ്റിസിറ്റി കീപ്പ് ചെയ്യാൻ നിങ്ങൾ ചെയ്തിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? മെയിനായിട്ട് നമ്മുടെ ഷെഫ് തന്നെയാണ്. നമുക്ക് പാനേഷ്യൻ ക്യുസീനിൽ അറൗണ്ട് ഒരു 15 to 16 years ഓഫ് എക്സ്പീരിയൻസ് നമ്മുടെ മെയിൻ ഷെഫിനുണ്ട്. അസിസ്റ്റൻറ്റ് ഷെഫിനും അതുപോലെ തന്നെ ഒരു 8 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. സോ അവർ അത്രയും അടിപൊളിയാണ് ഈ ഫുഡ് പ്രിപ്പറേഷന്. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫസ്റ്റ് റോ മെറ്റീരിയൽസ് നമ്മൾ എടുക്കുന്ന സംഭവം അത് ഒത്തൻറ്റിക് ആയിരിക്കണം. രണ്ടാമത്തത് ഷെഫ്. ഇത് രണ്ടും ബാലൻസ് ആണെങ്കിൽ
വൈ നോട്ട്, ഒരു ഓത്തൻറ്റിക് ഫുഡ് എന്തുകൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തുകൂടാ. പിന്നെ അതുപോലെ തന്നെ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു, ഇപ്പം നിങ്ങൾ ലുലു പോലത്തെ മാർക്കറ്റിൽ പോയിട്ടാണ് സീ ഫുഡ് കളക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ പറഞ്ഞു വളരെ മിനിമൽ, ആവശ്യം എത്രയാണോ അത്രയും മാത്രമേ നിങ്ങൾ പർച്ചേസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇപ്പോൾ സർപ്ലസ് ആയിട്ട് ഓർഡേഴ്സ് വന്നാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അത് ആക്ച്വലി ഞാനത് ആ വീഡിയോയിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ സാൽമൺ എന്ന് പറയുന്ന ഫിഷ് നമ്മൾ മിക്കതും റോ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പം എനിക്കൊരിക്കലും അത് എടുത്ത് വെച്ചിട്ട്, നമുക്കറിയില്ല നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു ദിവസം എത്ര ബിസിനസ് ഉണ്ടാവുമെന്ന് നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബിസിനസ് എന്ന് പറഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ ആണ് ഓൾവേസ്. അപ്പം നമ്മൾ ഒരു ഫുൾ ഫിഷ് എടുത്ത് വെക്കും, അത് തീരുമ്പോഴാണ് അടുത്ത പർച്ചേസിന് പോകുന്നത്. മേ ബി നമ്മളിപ്പം ചില സമയം ഒരു 3 ദിവസം കഴിഞ്ഞാലും മേ ബി ഫിഷ് കഴിയില്ല. അപ്പം 4ാമത്തെ ദിവസത്തേക്ക് ഞാനിത് വെക്കത്തില്ല, ഞങ്ങൾ തന്നെ ഇത് കുക്ക് ചെയ്ത് കഴിക്കും. ശരിക്കും പറഞ്ഞാൽ റിയൽ തിങ് ആണ് കേട്ടോ. ഞാൻ തന്നെ ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഞാൻ തന്നെ ഇത് കുക്ക് ചെയ്ത് കഴിക്കും. പിന്നെ വേറൊരു സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മേ ബി നമ്മൾ 5 ദിവസം പ്ലാൻ ചെയ്ത് 4ാമത്തെ ദിവസം തീരുവാണെങ്കിൽ ഞാൻ അപ്പോൾ വണ്ടി എടുത്തോളൂ. സീരിയസ്ലി അങ്ങനെ ചെയ്യും ഞാൻ. ഇപ്പം നമ്മൾ ഏതൊരു മൂവിയിൽ കാണത്തില്ലേ, ഇപ്പം ഒരു ഓർഡർ വരുമ്പോഴത്തേക്ക് ബാക്ക് സൈഡിൽ കൂടെ ഇറങ്ങിപ്പോയി സാധനം വാങ്ങിച്ചുകൊണ്ട് വന്ന്, അല്ലെങ്കിൽ നമ്മൾ തമാശയ്ക്ക് പോലും പറയില്ലേ ചമ്മന്തി അരയ്ക്കാൻ എൻ്റെ ആള് തേങ്ങ ഇടാൻ പോയേക്കുവാണോ എന്നൊക്കെ പറയത്തില്ലേ. ആ ഒരു സംഭവം ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിലും ഉണ്ട്. ഞങ്ങൾ ഒന്നും ബൾക്കായിട്ട് വാങ്ങി വെക്കത്തില്ല, അത്യാവശ്യം വരുമ്പോൾ ഞങ്ങൾ ഓടിയിട്ട് ഈ പറയുന്ന പോലെ സാൽമൺ കോട്ടയത്ത് പോയിട്ടാണ് എടുക്കുന്നത് സാൽമൺ. ഇനിയിപ്പം നിയർ ബൈ ലുലു വരുന്നത് കൊണ്ട് ആ ഓട്ടം കുറച്ച് കുറയും. അതാണ് ശരിക്കുള്ള റിയാലിറ്റി. പച്ചയായിട്ട് പറഞ്ഞാൽ അങ്ങനെയാണ്. അങ്ങനെ സർപ്ലസ് ആയിട്ട് എടുത്ത് വെക്കില്ല. സുഷി സാൽമൺ തീർന്നു കഴിഞ്ഞാൽ നമ്മളത് ഓഫ് ചെയ്തിടും, നമ്മൾ ഓർഡർ എടുക്കില്ല. പിന്നെ വൺസ് അത് റീസ്റ്റോക്ക് ആയതിനു ശേഷം വിൽ സ്റ്റാർട്ട് ടേക്കിംഗ് ഓർഡേഴ്സ്. അങ്ങനെ. സോ ഒരു റീൽ ക്രിയേഷനിൽ നിന്ന് ഒരു സീരിയൽ അവിടേക്ക് പോയതിൻ്റെ എക്സ്പീരിയൻസസ്, അതിൻ്റെ ഡിഫറൻസസ് എന്തായിരുന്നു? എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ സീരിയലിൽ കയറാൻ റീസൺ എൻ്റെ ഒരു ഫ്രണ്ടാണ്. ആളുടെ പേര് കിരൺ എന്നാണ്. സോ അവൻ്റെ കൂടെയാണ് വീഡിയോ ചെയ്ത് തുടങ്ങിയത് ഞാൻ. ഇപ്പം അത്യാവശ്യം ഞങ്ങൾ വീഡിയോസൊക്കെ ഇട്ട ആൾക്കാർ അത്യാവശ്യം നല്ല ലൈക്ക്. ഇപ്പം വെരി റീസെൻ്റ് ഞങ്ങളൊരു റീല് ചെയ്തിട്ട് ഒരു 2 മില്യൺ. അതെ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ റീല് ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരാൾ വിളിച്ച് ചോദിക്കുകയും ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടെന്ന് കിരൺ എന്ന് പറയുന്ന പയ്യൻ പറയുകയൊക്കെ ചെയ്തത്. അപ്പം എനിക്ക് ആ കേട്ട സമയത്ത് സീരിയലിലോ ഞാനോ എന്ന് സീരിയസ്ലി ഞാൻ ആലോചിച്ചു. അങ്ങനെ ഒരു മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ബിസിനസ്സായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണം. അങ്ങനെ ആ ഒരു സെറ്റിൽ പോയപ്പോൾ ഭയങ്കര ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിട്ടോ. കാരണം നമ്മൾ പറഞ്ഞ പോലെ ഒരു പ്രൊഫഷണൽ സെറ്റിൽ പോയിട്ട് നമ്മൾ അവിടെ പോയി ആക്ട് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പേടിയും ഒക്കെയുള്ളൊരു സംഭവമാണ്. പക്ഷേ നല്ലതാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. നല്ലൊരു ക്രൂ ആണ്. സീ കേരളം എന്ന് പറഞ്ഞ സീ കേരളത്തിൽ ചെമ്പരത്തി എന്ന് പറയുന്ന സീരിയലിൽ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിൻ്റെ ക്യാരക്ടറാണ്. ആദ്യം ഇത് കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഇല്ല വരുന്നതേ ഉള്ളൂ, ആയിട്ടില്ല. അപ്പം അതുപോലെ തന്നെ അഭിനയിക്കാൻ മാത്രമല്ല, എനിക്കത് സ്വന്തമായിട്ട് ഡബ് ചെയ്യാനും പറ്റി. അപ്പം ആ ഡബിങ് ഒക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസാണ്. കാരണം നമ്മൾ അവിടെ പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ റെപ്ലിക്കേറ്റ് ചെയ്യണമെന്ന് പറയുന്നത് വെരി ഡിഫിക്കൽട്ട്. പക്ഷെ അതൊരു എക്സ്പീരിയൻസ് ആണ്. ബട്ട് ഐ ലവ്ഡ് ഇറ്റ്. നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. മേ ബി ഇനി ദൈവം സഹായിച്ച് നല്ല നല്ല ക്യാരക്ടേഴ്സ് കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യും. ഒരു മൂവിയിലോട്ട് എത്തണം എന്നാണ് ആഗ്രഹം, അപ്പാർട്ട് ഫ്രം റെസ്റ്റോറൻറ്റ് ഫീൽഡ്. അതെ. So, thank you Neha for joining us and sharing your experience with us. Thank you to our listeners for tuning in, and we'll see you in the next session.